2024-25 വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നമ്മുടെ GDP ഒക്കെ എടുക്കുമ്പോൾ അത് മൂന്നാം പാദത്തിൽ 6.2% എന്ന കണക്കുകൾ പുറത്തു വന്നു. ഇത് റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ച അത്രയും എത്തിയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മോദി സർക്കാരിൻ്റെ വീഴ്ചയാണോ അതോ സർക്കാരിനൊരു തിരിച്ചടിയാണോ, എന്താണ് ഇക്കാര്യത്തിൽ? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എക്കോണമിയെ പറ്റി പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ഇതെപ്പോഴും ഒരു നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് പറയും, പിന്നെ അതൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറയും, പിന്നെ ഒരു ആക്ച്വൽ പറയും. അതെ. അപ്പോൾ ഇത് ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്ന സാമ്പിൾ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഒരു പോയിൻ്റർ കിട്ടും നമുക്കൊരു ഒരു ഗതി എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ വളർച്ച എങ്ങോട്ടാണ് വീശുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റീവ് നമ്പറാണ്. അപ്പം അതിൽ 1 പോയിൻ്റാണ് ഒരു പോയിൻ്റാണ് GDP വളർച്ച എന്ന് പറയുന്നത്. അത് GDP എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ മെഷറാണോ എന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാലഘട്ടമായി മാറിയിരിക്കുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു തമ്പ് റൂൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരു പോസിറ്റീവ്, അപ്പം നമുക്കൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കുന്നതാണ് ഈ ആക്ച്വലി പെർസെൻറ്റേജസ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ Q3 FY25 എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഒരു എക്കണോമിക് ടൈംസ് പോലുള്ള അതിൽ പറയുന്നത്. അപ്പം നമ്മുടെ തേർഡ് ക്വാർട്ടറിൻ്റെ ഫിനാൻഷ്യൽ ഇയർ 24-25, അപ്പം അതിൻ്റെ തേർഡ് ക്വാർട്ടർ 6.2% വളർച്ച നിരക്ക് കൈവരിച്ചു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് മാർച്ച് പകുതിയാകാറായി. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് December 31 വരെ ഉണ്ടായിരുന്ന വളർച്ചയുടെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? അതായത് Q2 FY25 ക്വാർട്ടർ 2. അപ്പോൾ നമ്മൾ ഏപ്രിൽ മുതലാണ് നമ്മുടെ ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നത് ആദ്യത്തെ ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വാർട്ടറിൽ നമ്മൾ കൈവരിച്ച വളർച്ച എന്ന് പറയുന്നത് 5.4ആണ്. അപ്പോൾ ഈ വളർച്ചാ നിരക്കാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം. അപ്പം 5.4 അത് കഴിഞ്ഞപ്പോൾ 6.2 നമുക്ക് എത്തി. അപ്പോൾ 6.4 നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. 1% ഗ്രോത്ത് പോയിന്റ് അതാണ്. അതായത് ഓൾമോസ്റ്റ് 1%, 0.8% വളർച്ച നമ്മൾ കൈവരിച്ചു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് 0.2% കൈവരിക്കാത്തതിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് കൊടുക്കണ്ട. അപ്പം അദ്ദേഹത്തിന് അത് കുറച്ചുള്ള ക്രെഡിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു എക്കോണമി റിയാക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ് തകർന്ന് കോടിക്കണക്കിന് രൂപ ഇത് പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഏതാണ്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇതൊരു നോഷണലായിരുന്നു. അതായത് 100 രൂപ വിലയുണ്ടായിരുന്നതിന് ഇന്ന് 10 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 90 രൂപയുടെ നഷ്ടം പേപ്പറിലാണ്. നമ്മൾ ചിലപ്പോൾ 5 രൂപയ്ക്കായിരിക്കും ഈ സാധനം വാങ്ങിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 5 രൂപ ലാഭമാണ്. അപ്പോൾ ഇതൊരു നോഷണലായിട്ടുള്ള നമ്മുടെ ഒരു സാമ്പത്തിക ബാരോമീറ്റർ ആയിട്ട് പോലും കണക്കാക്കാൻ ഊഹക്കച്ചവടം. അതെ. അപ്പോൾ ഇതിനകത്ത് വിദേശ നിക്ഷേപങ്ങൾ വരുന്ന സമയത്ത് ഈ വിദേശ നിക്ഷേപത്തിൽ ഒരു പോയിൻ്റ് അമേരിക്കയിലെ റേറ്റ് കൂടുകയാണെങ്കിൽ, ഫെഡറൽ റേറ്റ് കൂടുകയാണെങ്കിൽ ഇവിടുന്ന് പണം മൂവ് ചെയ്യും അങ്ങോട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ പറയുന്ന ഷെയർസ് കംപ്ലീറ്റ് വിറ്റ് പണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഷെയർസിൻ്റെ വാല്യൂ, ഈ ഡിമാൻഡ് സപ്ലൈ ഇത് തന്നെയാണ് ഈ ഷെയർ മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ ഇന്ന് ഇതിനെ നമ്മളൊരു ജനറലായിട്ടുള്ളൊരു ട്രെൻഡായിട്ട് മാത്രമേ കണക്കാക്കാനുള്ളൂ. എന്തായാലും ഭാരതത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഇന്നും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി ആയിട്ട് തന്നെയാണ് ഗ്ലോബൽ ഏജൻസീസ് നമ്മളെ കണക്കാക്കുന്നത്.
അപ്പോൾ ഇന്ന് ഫ്രജൈൽ 5 2013 നമ്മൾ ഫ്രജൈൽ 5 ആയിരുന്ന നമ്മൾ ഇന്ന് ബഹുരാഷ്ട്ര കമ്പനികൾ മുഴുവൻ ഇങ്ങോട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഇവിടുത്തെ GDP വളർച്ച ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ ഒരു 10-75 വർഷമായിട്ട് നമുക്കുള്ള ലെഗസീസ് ഉണ്ട്. ഇതിനകത്ത് നമുക്കുള്ള മേജർ ഡെഫിഷ്യൻസീസ് നമ്മളില്ല എന്ന് പറയാനൊക്കില്ല. ഇതിനകത്ത് നമ്മുടെ വളർച്ചാ നിരക്ക് മാത്രമല്ല നോക്കേണ്ടത്. ഇപ്പം അഗ്രികൾച്ചർ സെക്ടറിൽ ലേബർ ഫോഴ്സിൻ്റെ നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളുടെ പകുതിയോളം ആളുകൾ എംപ്ലോയ് ചെയ്യപ്പെടുന്നത് അഗ്രികൾച്ചറിലാണ്. നമ്മുടെ ടോട്ടൽ ലേബർ ഫോഴ്സിൻ്റെ 50% ആളുകൾ കാർഷിക മേഖലയിലാണ് അവരുടെ തൊഴിലുള്ളത്. അപ്പോൾ അത് GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും 12% ഉള്ളൂ. അപ്പോൾ ഈ 50% ആളുകളും തൊഴിലെടുത്തിട്ട് അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് 12% ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ഡിസ്പാരിറ്റി നമുക്ക് കാണാനും. അപ്പോൾ ഇന്ന് രാഷ്ട്രം ചെയ്യുന്നത് ഇത്രയും കാലം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം 2014 മുൻപും ശേഷവും എന്നുള്ള ഒരു താരതമ്യം ഇനി വരുന്ന കാലങ്ങളിൽ എക്കണോമിക് ഹിസ്റ്റോറിയൻസ് എപ്പോഴും പറയും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു വെൽഫെയർ, അതായത് നമ്മൾ ഡോൾ ഔട്ട് ചെയ്ത് നേരത്തെയുള്ള ഒരു സംസ്കാരം എന്തെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക, മൻരേഗ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് മാറി അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്കുള്ള ശ്രദ്ധ മാറ്റി. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഒരിടത്ത് കൃഷിയെടുക്കുന്ന വിളകൾ റോഡ് മാർഗമോ റെയിൽ മാർഗമോ വിമാനമാർഗമോ മറ്റും അതിനെ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാലേ അവിടെ സ്റ്റോറേജ് നടത്തി വെയർ ഹൗസിങ് നടത്തി അവിടെ നിന്നും പ്രോസസ്സിങ്ങിലേക്ക് പോയി അവിടെ അങ്ങനെ ഒരു ഈ ഫാർമറിന് കിട്ടുന്ന വിളയ്ക്ക് ഒരു വില കിട്ടുകയുള്ളൂ. അങ്ങനെ ആയിരിക്കും ഒരു എക്കോണമിക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടുന്നത്. ഇപ്പം US പോലുള്ള സ്ഥലങ്ങളിൽ ചോളമാണ് അവരുടെ ഏറ്റവും വലിയ. ഇന്ന് ചോളം ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്റ്റും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരതിനു വേണ്ടി റിസർച്ച് ചെയ്തു. അപ്പോൾ പശ മുതൽ ഈ പറയുന്ന ചില കമ്പണൻസ്, ഈവൻ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കമ്പണൻസിൽ വരെ ചോളത്തിൻ്റെ ഒരു അംശം അതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ നിജസ്ഥിതി അറിയില്ല. എന്തായാലും ചോളം മാറി. അപ്പോൾ അതിന് യൂട്ടിലൈസേഷൻ വരുമ്പോഴാണ് വില കൂടുന്നത്. അതിന് ആ തലത്തിലേക്ക് എത്താൻ ഭാരതത്തിന് പറ്റിയിട്ടില്ല. അപ്പോൾ ആ തലത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഫേസാണ് 2 ടേമായിട്ട് നമുക്ക് കഴിഞ്ഞത്. ഇനി നമുക്കുള്ള ടേം എന്ന് പറയുന്നത് ഇതുപോലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സ് ഉണ്ടാകുക. അപ്പം ഈ ഫാമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള GDP-യുടെ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 6.2% നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിരുന്നു എന്നുള്ളത് ശരി തന്നെ, മോശമായില്ല, നിശ്ചയമായും മോശമല്ല. ഇത് നമുക്കൊരു നെക്സ്റ്റ് ലെവലിൽ, അതായത് വരും കാലങ്ങളിൽ 2025 കുംഭമേളയ്ക്ക് ശേഷമുള്ള ആ GDP-യുടെ കുതിപ്പാണ് ഇപ്പോൾ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ Q4 അതായത് അവസാനത്തെ ക്വാർട്ടറിലെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു കുംഭമേള കഴിഞ്ഞിട്ടുള്ള ഒരു എക്കോണമിയുടെ GDP വളർച്ച ആളുകൾ വളരെ ശ്രദ്ധയോടെ കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ GDP എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും കൂടെ ആകെത്തുകയാണ് GDP എന്ന് പറയുന്നത്. ആ GDP വളർച്ച എന്ന് പറയുമ്പോൾ അതിന് എക്കോണമിയിൽ എത്രമാത്രം ചേൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ വളർച്ച നിരക്കാണ് ഈ പറയുന്ന 6.2, 6.4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മുടെ എക്കോണമിക്ക് ഒരു വലിയ അപ്പോൾ അതാണ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കുംഭമേള നടക്കുമ്പോൾ അവിടുത്തെ ബോട്ടുകാരൻ 30 കോടി രൂപ ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നടക്കുമ്പോഴാണ് ഒരു GDP-യുടെ വളർച്ച നടക്കുന്നത്. വലിയൊരു കുതിപ്പ് GDP-യിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 6.5 വരെ ക്വാർട്ടർ
Q5 ആകുമ്പം അതിന് മുകളിലേക്കാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായിട്ടൊരു ഈ നമ്മളൊരു കാർഷികാധിഷ്ഠിത സംസ്കാരമുള്ള ജീവിതശൈലിയുള്ളൊരു രാഷ്ട്രമാണ് ഭാരതം. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് കൃത്യമായ ശരിയായ വില ലഭിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചേഞ്ച് ഡെഫിനറ്റായിട്ടും അതിൻ്റെ എക്കോണമിയിലേക്ക് കഴിഞ്ഞ എല്ലാ ബഡ്ജറ്റുകളും നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരുന്നു ഇത് ചെയ്യുന്നത്, ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കർഷകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കർഷകന്റെ ഉന്നമനം, അവന്റെ ജീവിത നിലവാരം ഉയർത്തൽ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം. അതുകൊണ്ടാണോ ഈ 2014 മുമ്പും പിൻപും എന്നൊരു അബ്സല്യൂട്ട്ലി. കാരണം നമ്മുടെ ലേബർ ഫോഴ്സ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് നമ്മളൊരു അഗ്രഗേറിയൻ എക്കോണമിയാണ്. നമ്മുടെ ഭാരതം മുഴുവൻ ഗ്രാമങ്ങളിലാണ്, കാർഷികമാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ നമുക്ക് ആക്ച്വലി അതിൽ നിന്നുള്ള ഒരു ബെനഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ രാഷ്ട്രത്തിന്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമില്ല. ഞാൻ ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിള ഒരു പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയാണ് കേരളത്തിലെ. മുളക് വിള ഉണ്ടാകുന്ന സമയത്തുള്ള വിലയല്ല അതിന് കുറേ കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് ഒരു പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല ചെറുകിടക്കാർക്ക്. വൻകിട ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കോൾഡ് റൂമിൽ ഈ മുളക് വാങ്ങിച്ച് സംഭരിച്ച് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി ഇതാണ് നമ്മളൊരു 5 ട്രില്യൺ എക്കോണമിയിലേക്കുള്ള ആദ്യ യാത്ര, അല്ലെങ്കിൽ വികസിത് ഭാരത് എന്ന് പറയുന്ന ആ ഇതിൻ്റെ പ്രയാണം. അപ്പം 2% കുറഞ്ഞാലും കുറയുകയും കൂടുകയൊക്കെ പല ഫാക്ടേഴ്സിൽ നിന്ന് വരുന്ന കാര്യമാണ്. അതായത് ഉക്രൈൻ യുദ്ധം വന്നാലും നമ്മുടെ ഇമ്പാക്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ വിദേശ റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻക്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. നമുക്ക് ഇന്ന് അഭൂതപൂർവമായ വളർച്ചയാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്കോണമിയാണ്. 2% അല്ലെങ്കിൽ 0.2% ഒക്കെ ഇത് നമുക്കൊരു ക്രിട്ടിക്കലായിട്ട് എടുക്കാനൊക്കില്ല. പക്ഷേ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ pre-2014 ഇപ്പം നിൽക്കുന്ന ഭാരതത്തിൻ്റെ ശക്തി, അതായത് 15 ലക്ഷം കോടി രൂപയായിരുന്നു എനിക്ക് തോന്നുന്നു 2013 ആ കാലഘട്ടത്തിലുള്ള ഭാരതത്തിൻ്റെ ബഡ്ജറ്റ്. ഇന്നത് 50 ലക്ഷം കോടിയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല. കാരണം അന്ന് വിനോദ് റായ് പറഞ്ഞിരുന്ന പുസ്തകം എഴുതിയ അതിനകത്തെ മെഗാ സ്കാംസ് എല്ലാം കൂടെ കൂട്ടി ഏതാണ്ട് 15 ലക്ഷം കോടി രൂപയുണ്ട്. സോ അത് അന്നത് 30 lakhs crores ആയിരുന്നു. ആകാമായിരുന്നതിനെയാണ് നമ്മൾ 15-ൽ നിർത്തിയിരുന്നത്. സ്പെക്ട്രം സ്കാം ആണെങ്കിലും അതുപോലെ ഈ പറയുന്ന എയർ ഇന്ത്യയെ നശിപ്പിച്ചതാണെങ്കിലും കോമൺവെൽത്തിന് 70,000 കോടി രൂപയാണ് അതിൻ്റെ സ്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആരാണ് ക്രിട്ടിസൈസ് ചെയ്താലും ആ ക്രിറ്റിസിസം വരേണ്ട ഒരു തുലനം ചെയ്യേണ്ടത് നമ്മൾ ഒരു pre-2014 ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു 2014 ശേഷമുള്ള ഒരു എക്കോണമിക് ഗ്രോത്ത്, നിശ്ചയമായും ക്രെഡിറ്റബിൾ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. 6.2% എന്ന് പറയുന്നത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു അമേരിക്ക പോലുള്ള വികസിത രാഷ്ട്രങ്ങൾ പറയുന്ന 2% വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ മുകളിലുള്ള വളർച്ചയാണ്. അതുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ ഭയപ്പെടേണ്ട, ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തായാലും വളരെ ആഴത്തിൽ ഇനിയും പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതെ, നമുക്ക് വീണ്ടും വരാം ഇതിലേക്ക്. ഇപ്പോഴത്തെ നമ്മുടെ സമയപരിധി കൊണ്ടാണ് ഈ ഒരു ചെറിയ ടൈം സ്ലോട്ടിനകത്ത് ഇതിനെ ഉൾക്കൊള്ളിച്ചത്. നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇനിയും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.